ഫസ്റ്റ് സ്വയം പറഞ്ഞത് കണ്ണാടി നോക്കി ഐ ലവ് മീ, ഐ ലവ് മൈ സെൽഫ് എന്നൊക്കെ പറഞ്ഞത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ. മറ്റുള്ളവരുടെ സ്നേഹത്തിന് അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ടതാണ് സെൽഫ് ലവ്. Welcome back to my YouTube channel. This is HD Life, Happy Devi's Life, and my name is Archana Devi. So നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്നാൽ എന്ത്, അത് സെൽഫ് ലവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, അധികം പറഞ്ഞ് ബോറം അടിപ്പിക്കുന്നില്ല. ചെറിയ രീതിയിൽ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഓക്കെ, സെൽഫ് ലവ് ഈസ് നോട്ട് എ സെൽഫിഷ് തിങ്. ഓക്കെ, ലൈക്ക് നമ്മൾ എന്നാണോ നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങുന്നത്, നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, അന്ന് തൊട്ടാണ് ഈ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് ഹെൽത്ത് വൈസ്, ഫിസിക്കലി, മെന്റലി ഹെൽത്തി, ഇതൊക്കെ നമ്മൾ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ സ്വയം നമ്മളെ തന്നെ അംഗീകരിക്കാൻ കെയർ ചെയ്യാൻ തുടങ്ങും. അന്ന് തൊട്ട് ഈ സെൽഫ് ലവ് ആരംഭിക്കും. ഈ ചെറുപ്പം മുതൽ നമ്മളെ കേൾക്കുന്ന കാര്യം എന്താ, നീ അവളെ പോലെ കണ്ടുപിടി, ഇവനെ പോലെ കണ്ടുപിടി, അങ്ങനെ ഇരിക്കുക, അവളെ പോലെ ചെയ്യും, ഇവളെ പോലെ ചെയ്യും. പക്ഷേ എൻ്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരും കുട്ടികൾ ടോർച്ചർ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നീ നിന്നെ പോലെ ഇരുന്നാൽ മതി, നീ ആയാൽ മതി, ആരും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നീയായിരുന്നാൽ മതി. ഈ സെൽഫ് ലവ് എങ്ങനെ വളർത്തിയെടുക്കാൻ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. ലൈക്ക് മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. ലൈക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും എല്ലാം നല്ലതൊന്നുമല്ല. ബിക്കോസ് അതിൽ ഏറ്റവും നല്ല വശങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം എന്ത് മോശം, നമ്മൾ എന്താ ഇങ്ങനെ ആയിപ്പോയെ, മറ്റുള്ളവരുടെ ജീവിതം എന്ത് അടിപൊളിയാണ്. പക്ഷേ ഇതിൽ നല്ല വശങ്ങൾ മാത്രമേ എല്ലാവരും കാണിക്കുന്നുള്ളൂ. മോശം വശങ്ങളും അവരുടെ സ്ട്രഗിൾസും ഒന്നും കാണിക്കുന്നില്ല. സോ അവരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ, പുറത്ത് കാണുന്ന വ്യക്തികളുടെ ഓരോ ഇത് വെച്ചിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ കുറച്ച് കാണാതെ ഇരിക്കുക. അതാണ് നമ്പർ 1 ചെയ്യേണ്ട കാര്യം. സെക്കൻഡ് വൺ, റെസ്പെക്ട് യുവർ ഹെൽത്ത്, ബോഡി ആൻഡ് മൈൻഡ്. ഇതൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഏറ്റവും നല്ലത് യോഗ, ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കുക. രാവിലെ വൈകിട്ടോ രാവിലെ ഏർലി മോർണിംഗോ ഈവനിങ്ങോ ഒക്കെ നടക്കാൻ ഇറങ്ങുക. യോഗ, എയറോബിക്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഗുഡ് ഫുഡ്, നല്ല വെജിറ്റബിൾ ഫ്രൂട്ട്സ്, നല്ല പ്രോട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയ ഫുഡ് കഴിക്കുക. പിന്നെ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് റെഫറൻസ്, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വെച്ച് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തൊക്കെ അല്ല മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവും. ഈ എക്സസൈസ്, യോഗ, മെഡിറ്റേഷനൊക്കെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങാനും ഉള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജിമ്മിൽ എല്ലാവർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നടക്കാൻ പോകുക എന്നതാണ്. ആൻഡ് തേർഡ് വൺ, ബി പോസിറ്റീവ്. ലൈക്ക് അറ്റ്ലീസ്റ്റ് പ്ലീസ് ട്രൈ ടു ബി പോസിറ്റീവ്. ലൈക്ക് നിങ്ങൾ രാവിലെ എണീച്ച് മിറർ നോക്കിയിട്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും, ഐ ലവ് മൈ സെൽഫ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ എന്തെങ്കിലുമൊക്കെ പുതിയ സ്കിൽസ് പഠിക്കും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വയം നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ രാവിലെ മിറർ നോക്കി എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇത് സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. അതാണ് എൻ്റെ ഒരു ദിവസത്തെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കോട്ട്സ് കാണും, അതൊക്കെ നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് അത് നമ്മൾ സ്വയം മിററിൽ നോക്കി പറഞ്ഞ ഒരു പ്രത്യേക ലെവൽ ഓഫ് എനർജി, പോസിറ്റീവ് മൈൻഡ് ആൻഡ് കോൺഫിഡൻസ് നമുക്ക് രാവിലെ തന്നെ കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ, ലൈക്ക് റീഡിങ്, ട്രാവലിംഗ്, ഡാൻസിങ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഒരു ഹോബീസ് ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്തെങ്കിലും നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന, നമ്മുടെ മൂഡ് ഹാപ്പി ആക്കുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഏത് നേരം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ നെഗറ്റീവ് ആവേ ഉള്ളൂ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഓരോരുത്തരുടെ ലൈഫ് കണ്ടിട്ട് നമ്മളായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുകൊണ്ട് അത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ബിസി ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂഡ് ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആകും. ഓക്കെ, യു ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, സോ ഇന്നു മുതൽ തന്നെ ഒരു സ്മോൾ ഡിസിഷൻ എടുക്കുക. നിങ്ങളെ തന്നെ അംഗീകരിക്കാൻ തുടങ്ങുക. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നത്, സ്നേഹിക്കുന്നത് കാത്തു നിൽക്കാതെ നിങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങുക. നിങ്ങളെ തന്നെ എന്ന് സ്നേഹിക്കാനോ, നിങ്ങളെ സ്വയം അംഗീകരിക്കാനോ, നിങ്ങളെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാനോ തുടങ്ങുക. അന്ന് മുതൽ യുവർ ലൈഫ് വിൽ ടോട്ടലി ചേഞ്ച്. ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ആ നെഗറ്റീവ് തോട്ട്സ്, എനർജി എല്ലാം പോകും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടതാണ്. അടുത്ത ഇനി ഏതുമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.